ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് യൂട്യൂബ് തംബ്നെയില് നമ്മൾക്ക് പവർ പോയിന്റിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാം എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. പവർ പോയിന്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പ്രസന്റേഷൻസ് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്ന പവർ പോയിന്റ് ആണ്. അത് വളരെ സിമ്പിൾ ആണ്, നമ്മൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാക്കാം. ഇതിനകത്ത് നമ്മൾ സാധാരണ ഒരു പ്രസന്റേഷൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രോസസ്സും എല്ലാം. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾക്ക് പവർ പോയിന്റിനകത്ത് തംബ്നെയിൽ ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ഇവിടെ പവർ പോയിന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പവർ പോയിന്റിലോട്ട് വരുമ്പോൾ തന്നെ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ബ്ലാങ്ക് പ്രസന്റേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബ്ലാങ്ക് പ്രസന്റേഷൻ അല്ലെങ്കിൽ ബ്ലാങ്ക് ക്യാൻവാസ് ലഭിക്കുന്നതാണ്. നമ്മൾ പവർ പോയിന്റിനകത്ത് ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ നോക്കേണ്ടത് ഈ ഒരു സ്ലൈഡിന്റെ സൈസ് ആണ്. നമ്മൾക്ക് അത് നോക്കുവാനായിട്ട് ഇവിടെ മുകളിൽ ഡിസൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ സ്ലൈഡ് സൈസ് എന്ന് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് വൈഡ് സ്ക്രീൻ 16:9 എന്നതാണ് സെലക്ട് ചെയ്ത് കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയാണ് സെലക്ട് ചെയ്ത് കിടക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അത് നമ്മളുടെ തംബ്നെയിലിന്റെ സൈസ് തന്നെയാണ് എന്നാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻവാസ് ആണ് നമ്മളുടെ തംബ്നെയിൽ വരാൻ പോകുന്നത്. നമ്മളുടെ തംബ്നെയിലിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഉണ്ടാവണം, ഇമേജ് ഉണ്ടാവണം, അതേപോലെ തന്നെ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ട്യൂട്ടോറിയൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പവർ പോയിന്റിന്റെ ട്യൂട്ടോറിയൽ ആണെങ്കിൽ പവർ പോയിന്റിന്റെ ഒരു ലോഗോയും ഉണ്ടാവണം. അതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മളുടെ ലോഗോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു തംബ്നെയിൽ അട്രാക്റ്റീവ് ആക്കാനും നോക്കണം. അട്രാക്റ്റീവ് ആവുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വായിക്കാനും സാധിക്കേണ്ടതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ആൾക്കാർ വീഡിയോ ഒക്കെ കാണുന്നത് മൊബൈലിലാണ്. മൊബൈലിലായതുകൊണ്ട് തന്നെ നമ്മളുടെ തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു തംബ്നെയിൽ മൊബൈലിൽ വായിക്കാവുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കുമ്പോൾ നല്ല ബോൾഡ് ആയിട്ടുള്ള അക്ഷരവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മൊബൈലിൽ വളരെ ഈസി ആയിട്ട് തന്നെ വായിക്കാൻ സാധിക്കത്തുള്ളൂ. ആ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാനാണ്. ഞാൻ എൻ്റെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നതാണ്. അതുപോലെ ഞാൻ ദാ ഇവിടെയും ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ ദാ ഇവിടെ ഹൗ ടു എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒന്ന് നല്ലൊരു ഫോണ്ട് കൊടുക്കാം. അതേപോലെ തന്നെ നല്ലൊരു ഫോണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈലാണെങ്കിലും ഒക്കെ പെട്ടെന്ന് വായിക്കാൻ സാധിക്കുന്ന ഒരു ഫോണ്ട്. പിന്നീട് ക്യാപിറ്റലൈസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതായത് അപ്പർ കേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നീട് ഇതിന്റെ സൈസ് ഒന്ന് കൂട്ടുക. ഞാൻ ദാ ഇവിടെയുള്ള ഈ ഒരു ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ സൈസ് കൂട്ടുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് നല്ല വലിയൊരു അക്ഷരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾക്ക് അടുത്ത ഒരു ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ദാ ഇവിടെ യൂസ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഞാൻ ഇതിനെ ഈ ഒരു ഫോണ്ടും സൈസും ഒക്കെ ഇതിൻ്റെത് മാറ്റി കൊടുക്കുന്നതിന് പകരം ഞാൻ സാധാരണ ചെയ്യുന്നത് ഈ ഒരു ഹൗ ടു എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ ടെക്സ്റ്റിന്റെ ഇടയ്ക്ക് കർസർ അല്ല വെക്കേണ്ടത്. ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഇവിടെ ഹോം ടാബിൽ വരികയാണെങ്കിൽ ഫോർമാറ്റ് പെയിന്ററിന്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഒരു പെയിന്റ് ബ്രഷിന്റെ രീതിയാണ് ആ ഒരു ഐക്കൺ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും ക്യാൻവാസിലോട്ട് വരുമ്പോഴൊക്കെ നമ്മളുടെ ഈ ഒരു കർസറും ഒരു പെയിന്റ് ബ്രഷിന്റെ രീതിയിലാണ് ഉള്ളത്. ഇനി നമ്മൾ യൂസ് എന്നതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, അത് സ്ട്രെയിറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഫോണ്ടും അതേപോലെ തന്നെ ഫോണ്ട് സൈസും ഒന്നും മാറ്റി കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾക്കിത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മളൊന്ന് അപ്പർ കേസ് ഒക്കെ ഒന്ന് ആക്കി മാറ്റിയാൽ മാത്രം മതി. ഇതിനുശേഷം ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മൾക്ക് ഒന്നുകൂടി ഒരു ടെക്സ്റ്റ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ നമ്മൾക്ക് ഇവിടെയും
ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ദാ ഇവിടെ സ്ലൈഡ്സ് എന്ന് കൊടുക്കുകയാണ്. ഹൗ ടു യൂസ് സ്ലൈഡ്സ്. ഇതിനും ഞാൻ സാധാരണ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്യുന്നു, സ്ലൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇതും ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടെ ഇതൊന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്ററിൽ ആക്കുകയാണ്. ഇതുപോലെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. ഇനി നിങ്ങൾക്ക് ഇടയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ യൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഹൗ ടു എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സ് ആണ് സെലക്ട് ചെയ്തത്. അത് നമ്മൾക്ക് സോൾവ് ചെയ്യുവാനായിട്ട് നമ്മൾ ഈ ഒരു സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ പെയിൻ എന്നതിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഓരോന്നിനെയും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം നമ്മൾക്ക് മാറ്റാനൊക്കെ സാധിക്കും. ഈ ഒരു ഭാഗത്തും നമ്മൾക്ക് ലേയേഴ്സ് ഉണ്ട്. അതായത് ഈ ഒരു ലേയേഴ്സിനനുസരിച്ചാണ് ഇവിടെ ടെക്സ്റ്റ് ഒക്കെ ഇരിക്കുന്നത്. അത് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഭാഗമാണ് ഈ ഒരു സെലക്ഷൻ പെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഇതിനെ ഹൈഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതായത് ഈ ഒരു കണ്ണിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ക്യാൻവാസിൽ നിന്നും അത് പോകുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് അതിനെ റീനെയിം ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ സ്ലൈഡ്സ് എന്ന് കൊടുക്കുന്നു, അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് എന്നും കൊടുക്കുന്നു. ഇതുപോലെ നമ്മൾക്ക് ഓരോന്നിനെയും റീനെയിം ചെയ്യാനും സാധിക്കും. നമ്മളിവിടെ റീനെയിം ചെയ്യുന്നത് നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ ഒബ്ജക്ട്സിനെ ക്ലിക്ക് ചെയ്യുവാനായിട്ടാണ് നമ്മൾ ഇതുപോലെ റീനെയിം ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റിന്റെ കേസിൽ വരുന്നത്. ഇനി നമ്മൾക്ക് അടുത്തത് ഇമേജ് ഇൻസേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇമേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ട്യൂട്ടോറിയൽ ഒക്കെ ആണെങ്കിൽ ആ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ ലോഗോയും ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ലോഗോയും ഇൻസേർട്ട് ചെയ്യുക. നമ്മളുടെ ലോഗോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ എൻ്റെനകത്തൊക്കെ നമ്മളുടെ ലോഗോയും ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, പിക്ചേഴ്സ് എന്നതിൽ വരിക. ദിസ് ഡിവൈസും ഉണ്ട്, ഓൺലൈൻ പിക്ചേഴ്സും ഉണ്ട്. ദിസ് ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പിക്ചർ എടുക്കാൻ സാധിക്കും. ഓൺലൈൻ പിക്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനിൽ നിന്നും, അതായത് ഇന്റർനെറ്റിൽ നിന്നും നമ്മൾക്ക് പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്കത് അറിയാമെങ്കിലും ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോളട്ടെ. നിങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഗൂഗിൾ സ്ലൈഡിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ സ്ലൈഡാണ് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ലൈഡിന്റെ ലോഗോ ഇപ്പോൾ ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രൗസറിനകത്ത് കയറി സെർച്ച് ചെയ്ത് കൊണ്ടുവരാം. അതിലും എളുപ്പ വഴി എന്ന് പറയുന്നത് ഓൺലൈൻ പിക്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് പിക്ചേഴ്സ് അല്ലെങ്കിൽ സ്ലൈഡിന്റെ പിക്ചർ അല്ലെങ്കിൽ സ്ലൈഡിന്റെ ലോഗോ എടുക്കുന്നതാണ്. നമ്മളുടെ കയ്യിൽ പിക്ചർ ഉണ്ട്, നമ്മളുടെ ഡിവൈസിനകത്ത് പിക്ചർ ഉണ്ടെങ്കിൽ ദിസ് ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ആ ഒരു പിക്ചർ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ പിക്ചർ എടുക്കാൻ പോകുന്നത് ഞാൻ നിൽക്കുന്ന ഒരു പിക്ചറാണ്. അതിന്റെ പിക്ചർ എടുക്കുന്നു, ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെയുള്ള ക്രോപ്പ് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മുടെ പിക്ചർ ഒന്ന് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. നമ്മൾക്ക് എങ്ങനെയാണോ നമ്മളുടെ പവർ പോയിന്റ് കസ്റ്റമൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു തംബ്നെയിലിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പവർ പോയിന്റിനകത്ത് എന്നൊക്കെ അറിയാവോ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പവർ പോയിന്റിനെ നല്ല അട്രാക്റ്റീവ് ആക്കാൻ എന്തൊക്കെ അറിയാവോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ ചെയ്യുക. എന്നാലേ നമ്മളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസ് നമ്മളുടെ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്തോളൂ. ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, പിക്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ദിസ് ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ആ സ്ലൈഡിന്റെ പിക്ചറും ഒന്ന് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പവർ പോയിന്റിനകത്ത് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ ഒരു സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് സോളിഡ് ഫില്ല് കൊടുക്കാൻ സാധിക്കും. അതായത് ഏതെങ്കിലും ഒരു കളറ്, ഒറ്റയ്ക്കുള്ള കളറ് കൊടുക്കാൻ സാധിക്കും. ഇനി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പല ഇമേജസിനകത്തും ഒക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ഒരു കുറെ കളർ മിക്സ് ചെയ്ത് വരുന്ന രീതിയാണ് ഗ്രേഡിയന്റ്. നമ്മൾക്ക് അതിന്റെ ഓരോന്നിനെയും കളറും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഈ ഒരു ഭാഗത്താണ് ഗ്രേഡിയന്റ് സ്റ്റോപ്സ് വരുന്നത്. നമ്മൾക്ക് ഓരോ സ്റ്റോപ്പും സെലക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് ഗ്രേഡിയന്റിന് വേണ്ട ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കളറ് ഇതുപോലെ ചൂസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിളിനായിട്ട് ഇതുപോലെയൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾക്ക് ഇങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഗ്രേഡിയന്റ് എന്താണെന്ന് മനസ്സിലാവും. ഇതാണ് ഗ്രേഡിയന്റ്. ഇനി നിങ്ങൾക്ക് പിക്ചർ ഫില്ല് അല്ലെങ്കിൽ ടെക്സ്ചർ ഫില്ല് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു പിക്ചർ ഫിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ അതിനെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കുന്നതാണ് പിക്ചർ ഫില്ല്. ഇവിടെ നമ്മൾക്ക് ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെയും ഫയൽ ഫ്രം എ ഫയൽ ഉണ്ട്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഇമേജസ്, ഓൺലൈൻ പിക്ചേഴ്സ് ഉണ്ട്, ഫ്രം ഐക്കൺസും ഉണ്ട്. ഐക്കൺ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾക്കിപ്പോൾ നമ്മളൊരു മനുഷ്യന്റെ ഐക്കൺ ആണെങ്കിലും അതിന്റെ ഐക്കണൊക്കെ നമ്മൾക്ക് പവർ പോയിന്റിനകത്ത് തന്നെ അതുപോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഐക്കൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഫ്രം എ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾക്ക് നമ്മളുടെ തംബ്നെയിലിന് വേണ്ടി ഓരോരോ ഐറ്റംസ് നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കുന്നതിന് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിനായിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെയുള്ള ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും അത് നമ്മളുടെ ഈ ഒരു സ്ലൈഡിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളറൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ കളേഴ്സ് കൊടുക്കുമ്പോഴും നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ ഒരു ഗ്രേഡിയന്റോ അല്ലെങ്കിൽ ഇവിടെ രണ്ട് കളറൊക്കെ വരുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഓരോന്നിന്റെയും പുറകില് ഷേപ്സ് കൊടുക്കുന്നത്. ഇൻസേർട്ടിൽ പോവുക, ഷേപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇനി അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെൻഡ് ടു ബാക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടോ അത് കറക്റ്റായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത ശേഷം ഫോർമാറ്റിൽ വരിക, ഷേപ്പ് ഫിൽ ഒന്ന് മാറ്റി പിടിക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു ഓറഞ്ച് ഒക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ പിടിക്കുകയാണെങ്കിൽ നമ്മൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾക്ക് ഓരോന്നിനെയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ വരുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾക്ക് വേണ്ടതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവോ, അതായത് നിങ്ങൾക്ക് പവർ പോയിന്റിനകത്ത് ഇതിലും നന്നായിട്ട് അറിയാവുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവോ അതെല്ലാം ചെയ്ത് നിങ്ങളുടെ ഈ ഒരു തംബ്നെയിലിനെ അട്രാക്റ്റീവ് ആക്കാം. അട്രാക്റ്റീവ് ആക്കിയാൽ മാത്രം പോരാ, അത് ആൾക്കാർക്ക് വായിക്കാൻ സാധിക്കുന്നത് കൂടി ആയിരിക്കണം. ഇത്രയും നമ്മൾ ചെയ്ത ശേഷം നമ്മളിനി അടുത്തത് ചെയ്യേണ്ടത് ഇതിനൊരു തംബ്നെയിലായിട്ട് സേവ് ചെയ്യുകയാണ് വേണ്ടത്. അത് ചെയ്യുവാനായിട്ട് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സേവ് ആസ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ റീസെന്റ്, വൺ ഡ്രൈവ്, ദിസ് പി സി, ആഡ് എ പ്ലേസ്, ബ്രൗസ് എന്നൊക്കെ പറഞ്ഞു വരും. നമ്മൾക്ക് ഒന്നെങ്കിൽ ദിസ് പി സി എന്നതിലോ അല്ലെങ്കിൽ ബ്രൗസ് എന്നതിലോ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾക്ക് എങ്ങോട്ടാണോ ഈ ഒരു തംബ്നെയിൽ സേവ് ചെയ്യാനുള്ളത് ആ ഒരു ഫോൾഡർ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ലോക്കൽ ഡിസ്ക് എഫ് തംബ്നെയിൽ ഇൻ പവർ പോയിന്റ് എന്ന ആ ഒരു ഫോൾഡറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. തംബ്നെയിൽ ഇൻ പവർ പോയിന്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഫോൾഡറാണ്. ഇനി ഫയൽ നെയിം എന്നത് നമ്മൾക്ക് ഒരു ഫയൽ നെയിം കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ തംബ്നെയിൽ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ അടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സേവ് ആസ് ടൈപ്പ്, അതായത് ഈ ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ്. ഇത് നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് തംബ്നെയിൽ റെഡി ആയിട്ട് വരത്തില്ല. സേവ് ആസ് ടൈപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇവിടെ JPG ഫയൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ് എന്ന് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ JPG ഫയൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾക്ക് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും വിച്ച് സ്ലൈഡ്സ് ഡു യു വാണ്ട് ടു എക്സ്പോർട്ട് എന്ന്. നമ്മൾ ഓൾ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഈ ഒരു പ്രസന്റേഷനകത്തുള്ള ഇതിനകത്തെ എല്ലാ സ്ലൈഡും ഒരു തംബ്നെയിലായിട്ട്
നമ്മൾക്ക് ഒരു ഫോൾഡറിനകത്ത് കിടക്കുന്നതാണ്. ഇനി ജസ്റ്റ് ദിസ് വൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ലൈഡ് മാത്രം, അതായത് ഈ ഒരു സ്ലൈഡ് മാത്രമായിരിക്കും അവിടെ തംബ്നെയിലായിട്ട് കിടക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഇനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ തംബ്നെയിൽ. ഈ ഒരു തംബ്നെയിൽ ഓപ്പൺ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇതിനകത്താണ് എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്കത് ഇവിടെ ഫയൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഫയൽ ഇൻഫോർമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും ഡൈമെൻഷൻസ് എന്നതിൻ്റെ അവിടെ 1280 ഇൻറ്റു 720 ആണ്. ഇതല്ലേ നമ്മൾക്ക് തംബ്നെയിലിന് വേണ്ട സൈസ്. അപ്പോൾ ഈ ഒരു സൈസ് ഇട്ടാണ് നമ്മൾ ഇനി നമ്മളുടെ തംബ്നെയിൽ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിലിന്റെ ഭാഗം വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.